മഹാപണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യ ചാണക്യൻ. മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവുമായി ബന്ധപ്പെട്ട നിരവധി നയങ്ങൾ ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ നൽകിയിട്ടുണ്ട്. സന്തോഷകരമായ ജീവിതത്തിന് ആചാര്യ ചാണക്യന്റെ നയങ്ങൾ വളരെ പ്രധാനമാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ നയങ്ങൾ ഇന്നത്തെ കാലത്തും ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും സ്ത്രീകൾ തങ്ങളുടെ ഭർത്താവിൽ തൃപ്തരല്ലെന്നും ഭർത്താവ് അത്തരം സൂചനകൾ മനസ്സിലാക്കണമെന്നും ചാണക്യൻ പറയുന്നു. ഭർത്താവിനോട് അസന്തുഷ്ടരായ ഭാര്യമാർ ഈ സൂചനകൾ നൽകുമെന്ന് ചാണക്യനീതിയിൽ പറയുന്നു. കുറച്ച് സംസാരിക്കുന്നത് ഭാര്യമാർക്കിടയിലെ അതൃപ്തിയെ സൂചിപ്പിക്കുന്നുവെന്ന് ചാണക്യനീതിയിൽ പറയുന്നു. ഇടയ്ക്കിടെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്ന് സംസാരം കുറയുന്നു. നിങ്ങൾ ഈ ലക്ഷണങ്ങൾ കണ്ടാലുടൻ നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുകയും അവർ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഇത് ചെയ്യുന്നതിലൂടെ ഭാര്യയുടെ പിണക്കത്തിന്റെ കാരണം മനസ്സിലാക്കി സംസാരത്തിലൂടെ നിങ്ങൾക്ക് അവരുടെ പിണക്കം മാറ്റാൻ സാധിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ഭർത്താക്കന്മാരുടെ എല്ലാ ആവശ്യങ്ങളും ഭാര്യമാർ നിറവേറ്റുമെന്ന് പറയാറുണ്ട്. നിങ്ങളുടെ ഭാര്യ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് അകന്നു പോകുകയോ അല്ലെങ്കിൽ അവർ തങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും നിങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഭാര്യയ്ക്ക് നിങ്ങളോട് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർ നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്. അവരുടെ പ്രശ്നം മനസ്സിലാക്കി പരിഹരിക്കണം. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഭാര്യയ്ക്ക് സംതൃപ്തി ലഭിക്കുകയും അവർ നിങ്ങളെ പഴയതുപോലെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ വളരെ പ്രധാനമാണ്. ഒരു ഭാര്യ ഒരിക്കലും ഭർത്താവിനെ അപ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയാൽ, അതായത് അവൾ എന്തെങ്കിലും കാര്യങ്ങളുടെ പേരിൽ വഴക്കിടുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങളിൽ അതൃപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ചാണക്യനീതിയിൽ പറയുന്നത്, ഒരു സ്ത്രീക്ക് പണം എങ്ങനെ ലാഭിക്കാമെന്ന് അറിയാമെങ്കിൽ അവർ പണം അധികം ചെലവഴിക്കില്ല. സ്വകാര്യ സമ്പാദ്യത്തിലൂടെ അവർ പണം സ്വരൂപിച്ചു വയ്ക്കുന്നു. പ്രയാസകരമായ സമയങ്ങളിൽ അവർ കുടുംബത്തിന് സഹായകമാകുന്നു. ഇത്തരം സ്ത്രീകൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഭർത്താവിനെ സഹായിക്കാനും കഴിയും. ഇത്തരമൊരു ഭാര്യ ഭർത്താവിന് ഭാഗ്യമാണെന്ന് ചാണക്യനീതിയിൽ പറയുന്നു. ഒരു സ്ത്രീ പെരുമാറ്റത്തിൽ മൃദുവാണെങ്കിൽ അവർ മധുരമായി സംസാരിക്കും. അങ്ങനെയുള്ള ഭാര്യയെ ലഭിക്കുന്ന ഭർത്താവ് ഭാഗ്യവാനാണെന്ന് ചാണക്യൻ പറയുന്നു. അത്തരമൊരു ഭാര്യയോ സ്ത്രീയോ അവരുടെ കുടുംബവുമായി നല്ല ബന്ധം പുലർത്തുകയും കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഭാര്യ എപ്പോഴും മൃദുഭാഷിയായിരിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. ആരോടും മോശമായി സംസാരിക്കാൻ പാടില്ല. ഒരു സ്ത്രീ എപ്പോഴും മതപരമായി പെരുമാറണമെന്ന് ചാണക്യനീതിയിൽ ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിലും ദൈവങ്ങളിലും ദേവതകളിലും ആത്മീയ പ്രവർത്തനങ്ങളിലുമുള്ള ഒരു സ്ത്രീയുടെ വിശ്വാസം അവളുടെ കുടുംബത്തെ സുരക്ഷിതമായി നിലനിർത്തുന്നു. ആരാധന പതിവായി നടത്തുന്ന സ്ത്രീകളിൽ സൗമ്യത കാണുമെന്ന് ചാണക്യൻ പറയുന്നു. ശാന്തമായ മനസ്സുള്ള സ്ത്രീ ഒരു സാഹചര്യത്തിലും ദേഷ്യപ്പെടില്ലെന്ന് ചാണക്യനീതിയിൽ പറയുന്നു. സ്ഥലത്തിനും സമയത്തിനും അനുസൃതമായി ചിന്തിച്ച് പ്രവർത്തിക്കാൻ അവൾക്ക് കഴിയും. അത്തരമൊരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ ജീവിതം എളുപ്പമാക്കുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. സഹിഷ്ണുതയോടെ ജോലി ചെയ്യുന്ന ഒരാൾ ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ പോലും പിടിച്ചു നിൽക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ക്ഷമയുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ചാണക്യൻ ഉപദേശിക്കുന്നു. കാരണം ഒരു പുരുഷന്റെ കുടുംബം നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രധാന ഉത്തരവാദിത്വം അയാളുടെ ഭാര്യക്കാണ്. ക്ഷമാശീലമുള്ള ഒരു ഭാര്യ ഈ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ഒരു സ്ത്രീക്ക് ശരിയായ മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അവൾ ഒരിക്കലും വീട്ടിൽ ഒരു അഭിപ്രായ വ്യത്യാസവും വളരാൻ അനുവദിക്കില്ല. ദേഷ്യത്തിൽ പോലും അത്തരക്കാർ ആരെയും അപമാനിക്കില്ല. അത്തരമൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിലൂടെ പുരുഷന്റെ നല്ല ഭാഗ്യം ഉണർന്നു തുടങ്ങുന്നുവെന്ന് ചാണക്യൻ പറയുന്നു.
ചാണക്യന്റെ നയങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തിൽ പരാജയം നേരിടേണ്ടി വരില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.